നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഉള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. മാർക്കറ്റ് ഇന്നലെ 25,000-ന് മുകളിൽ അത് ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റി പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത് സാധ്യമായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 483 കോടി രൂപക്കും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1870 കോടി രൂപക്കും ബൈ നടത്തി. അപ്പോൾ FISൻ്റെ സെല്ലിങ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത് സാധ്യമായത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ FISൻ്റെ ആക്ടിവിറ്റീസ് ഇന്ന് എന്താകും? ഇന്ന് ആ ഒരു സെല്ലിംഗ് മോഡലാണോ, ഇന്ന് ആ ഒരു ബൈയിങ് മോഡലാണോ എന്നുള്ളതൊന്നും തന്നെ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് നമുക്ക് അത് കാലേ കൂട്ടി മുൻപേ ഇങ്ങനെയായിരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ ഇസ്രായേലിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് വീഡിയോയുടെ താഴെ ഇസ്രായേലിലുള്ള സ്ഥിതിഗതികൾ ഇതാണ്, അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് രീതിയിൽ അദ്ദേഹം ഒരു കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം അവിടെ ആ ഒരു ഇന്നലെ മാർക്കറ്റ് റാലി ചെയ്തു, അതിനർത്ഥം അവിടെ ഒരു പ്രശ്നം ഇല്ലാതാകുന്നില്ല. അവിടെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തത്. ഇതിനു മുമ്പും ഉക്രൈൻ റഷ്യ വാറിൻ്റെ സമയത്തും ഉക്രൈനിലുള്ള സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റഷ്യയിലുള്ള സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൊറോണ സമയത്ത് എത്രയോ അപ്ഡേറ്റ്സുകൾ ചൈനയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, സുഹൃത്തുക്കൾ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അവിടെ വർക്ക് നമ്മുടെ ഒരു കൊച്ചു ചാനലാണെങ്കിൽ കൂടിയും ഈ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അവർ അവരുടെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് അവർ ആ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്തതിനെ നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക. അതിനർത്ഥം അത് പ്രകാരം മാർക്കറ്റിൽ വരുമെന്നൊന്നും ഒരു നിർബന്ധമില്ല. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബൈയിങ്, സെല്ലിങ്, ഡിമാൻഡുകൾ അതനുസരിച്ച് ആണ് മാർക്കറ്റിൽ പോകുന്നത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച്. അപ്പോൾ അത് ഇന്നലെ FIS ബൈയിങ് ആയിരുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. എല്ലാ ആളുകളുടെയും കമൻറ്റുകളെ റെസ്പെക്റ്റ് ചെയ്യുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക, ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ അതായിരുന്നില്ല അവസ്ഥ. എൻവിഡിയയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ നാസ്ഡാക്കിൽ ഒരു 1% മുകളിൽ ഫോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഡോ ഫ്ലാറ്റ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്, മിക്സഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് പറയാം. ഗിഫ്റ്റ് നിഫ്റ്റിയും അതുപോലെ തന്നെ ഒരു സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് ഡൗൺ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാനിത് പറയുന്നതിന് ശേഷം ഇത് പറഞ്ഞ് നിങ്ങളിത് കാണുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉയർന്നേക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി അവിടെ തന്നെ നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം കുറേ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഗിഫ്റ്റ് നിഫ്റ്റി പറഞ്ഞതിൽ നിന്ന് മാറിയല്ലോ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണല്ലോ. അപ്പോൾ അതും മനസ്സിലാക്കുക. ഇനി ഇന്നത്തെ ഇപ്പോഴുള്ള ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 62,000, ബ്രന്റ് ഓയിൽ 80, ഗോൾഡ് $2,515 പെർ ഔൺസ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ കാണാം സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, ഫ്ലാറ്റ് ആണല്ലേ. ഡോ ഫ്യൂച്ചർ 29 പോയിൻ്റ് മൈനസാണ്. ഇന്ത്യ വിക്സ് ഓൾറെഡി 13.7. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. ഡോയും നാസും മിക്സഡ് ആയിരുന്നു. നാസ്ഡാക്ക് കാണാം ഏകദേശം ഒരു 148 പോയിൻ്റ് ഇടിഞ്ഞു. ഡോ എന്നാൽ ഫ്ലാറ്റ് ആയിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഫോസിസും, വിപ്രോയും, ICICIയും, HDFCയും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിത് ചെക്ക് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമുണ്ട് ഇന്ത്യൻ ADR കമ്പനികളിലെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാം. ഓഗസ്റ്റ് 27 അതായത് ഇന്ന് US നിന്ന് കൺസ്യൂമർ കോൺഫറൻസ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ജർമ്മനിയുടെ GDP ഉണ്ട്, US GDP കാണാം, ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ കാണാം, US ഫെഡ് ബാലൻസ് ഷീറ്റ്, യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ, ഇന്ത്യയുടെ GDP, ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളത്, കഴിഞ്ഞ ഞായറാഴ്ച ദിവസം നമ്മൾ വിശദമായിട്ട് ഗ്ലോബൽ ഈവൻറ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ ഇന്നത്തെ ലൈം ലൈറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസ്. അതിനു മുമ്പ് ഇന്നത്തെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഫിൻ നിഫ്റ്റി 23,383 ആണ് സ്പോട്ട് ഉള്ളത്. PCR 1.1, 23,600, 23,800 മേജർ റെസിസ്റ്റൻസ്. സപ്പോർട്ട് സോൺ 23,200, 23,000 സപ്പോർട്ട് സോൺ. ഇന്നലെയും ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ PCR വാല്യൂ കോൺസ്റ്റൻ്റ് ആണോ? PCR വാല്യൂ കോൺസ്റ്റൻ്റ് അല്ലല്ലോ.
മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ വാല്യൂ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടി മാർക്കറ്റ് സമയത്ത് ഈ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെവിടെ കാണാൻ സാധിക്കും? NSEയിൽ ഓപ്ഷൻ ചെയിനിലോ അതല്ലെങ്കിൽ സെൻസിബിൾ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതല്ലാതെയും ഓപ്സ്ട്രാഡ്ജ് പോലുള്ള വേറെ പ്ലാറ്റ്ഫോമുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ചിലത് പെയ്ഡ് ആവാം, ചിലത് ഫ്രീ ആവാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം എന്നുള്ളത് നോക്കുക. പെയ്ഡ് ആണെന്ന് കരുതി പെയ്ഡ് പ്ലാറ്റ്ഫോമാണ് സ്വാഭാവികമായിട്ടും കുറച്ച് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുക. ട്രേഡിങ്ങിൽ നമുക്ക് കുറച്ചൊക്കെ പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രേഡിംഗ് വ്യൂയുടെ പെയ്ഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഉപയോഗമുണ്ട്. പെയ്ഡ് എടുത്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ പെയ്ഡ് എടുക്കും, ആവശ്യമില്ലാത്ത ആളുകൾ പെയ്ഡ് എടുക്കില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ ബൊണ്ടാൻഡ എഞ്ചിനീയറിംഗ് കമ്പനി അവർക്ക് പുതിയൊരു ഓർഡർ കിട്ടി. 170 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു സോളാർ പ്രോജക്റ്റിൻ്റെ ഒരു ഓർഡർ കിട്ടി. യെസ് ബാങ്ക് ഇവിടെ റീറ്റെയിൽ ഹെഡായിട്ട് സുമിത് ബാലിനെ നിയമിച്ചു. HCL ടെക് IT കമ്പനിയാണ്. എക്സ്റോക്സ് ആയിട്ട് പുതിയതല്ല, അവരുടെ പഴയ ആ ഒരു കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തു. ലെമൺ ട്രീ ഹോട്ടൽ അയോധ്യയിൽ 80 പുതിയ ഹോട്ടൽ റൂം അക്യൂർ ചെയ്തു. മെഡി അസിസ്റ്റ് കമ്പനി പാരമൗണ്ട് എന്ന് പറഞ്ഞ കമ്പനീനെ 311 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. പ്രീമിയം എനർജീസ് കമ്പനി 2380 കോടി രൂപ ഇവർ IPOക്ക് മുമ്പ് തന്നെ ഇവർ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് വഴി അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. KP ഗ്രീൻ എനർജി കമ്പനി 155 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സമീറ അഗ്രോ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 4:1 റേഷ്യോയിൽ. പേടിഎം കമ്പനി അവർ ഇന്നലെ അവർക്ക് സെബിയുടെ ഒരു ഷോക്കേഴ്സ് നോട്ടീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തി. UCL കമ്പനി അവർ ബാലർ മോട്ടോഴ്സായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇമാജിക്ക വേൾഡ് കമ്പനി HDFC ബാങ്കായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, രാവിലെ ശബ്ദം വളരെ പതറിയിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു 7 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ നമുക്ക് എണീക്കുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് അത്ര നന്നായിരിക്കില്ല. ഒരു ഉറക്കത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിവേ, അപ്പോൾ അതാണ് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം. ചില സമയത്ത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവാം, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് സൗണ്ടിലുണ്ടാവാം. അപ്പോൾ പരമാവധി നമ്മൾ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഈ ശ്രവണ മാധുര്യം കൂടുതൽ കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ വോയിസ് മോഡുലേഷനൊന്നും നോക്കാറില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ന്യൂസുകൾ, ഇതാണ് കാര്യങ്ങൾ, ഗ്ലോബൽ മാർക്കറ്റ്, ഇവിടെ ഇത്ര പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിഫ്റ്റിയുടെ ഇതാണ് ന്യൂസ്, അത് അറിയുക എന്നുള്ളതാണ് പ്രാധാന്യം. അല്ലാതെ ഇതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിയോ അതല്ലെങ്കിൽ എൻ്റെ ശബ്ദ മാധുര്യമൊന്നും കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.